പലർക്കും സംശയവും എന്ന ആളുകൾക്ക് ചോദിക്കാൻ മടിയുള്ള ഒരു കാര്യമാണ് പ്രഗ്നൻസിയിൽ അതല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എപ്പോഴാണ് സെക്സ് ആരംഭിക്കുക എന്നുള്ളത്. ഒരു പ്രഗ്നൻസിയിൽ അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം സെയിം പാറ്റേൺ തന്നെയാണ്. അതായത് മെൻ്റലി ഫിസിക്കലി അവരെപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പം മാത്രം അവരെ കൺസെൻറ്റോടുകൂടി മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് ആവുക. ഇനി പ്രഗ്നൻസിയുടെ കേസിലാണെങ്കിലും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ട ഒരു സമയമായതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമാണെങ്കിൽ ഒരു വജൈനൽ ബർത്ത് ആണെങ്കിലോ അതല്ലെങ്കിൽ നോർമൽ ഡെലിവറി സിസേറിയനോ ഒക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ഉണങ്ങുന്ന ഒരു കാലഘട്ടം വരെ പെയിൻ ആവാതെയും അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിനൊക്കെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള അവർ ഫിസിക്കലി ഓക്കെ ആവുന്ന സമയത്താണ് നമ്മൾ സെക്സ് ചെയ്യാൻ ആരംഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും പ്രഗ്നൻസിക്ക് വളരെയധികം ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തത് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ആയിക്കോട്ടെ, ഫീലിങ്സ് ഹൈ ആയതുകൊണ്ടൊക്കെ ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് എപ്പോഴും സേഫായിട്ടുള്ളൊരു മെത്തേഡ് സ്വീകരിക്കുക, അതുപോലെ തന്നെ ടേക്ക് കെയർ ചെയ്യുക.